ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ഗാന്ധി അംഗമാകും. കോൺഗ്രസിൽ നിന്നും 3 അംഗങ്ങളെ കിട്ടിയേക്കും. ബസന്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, വലിയ പരിശോധനകളിലേക്കൊക്കെ തന്നെ പോകേണ്ടതാണ് ഈ സംഭവത്തിൽ, ഈ വിഷയത്തിൽ. അപ്പോൾ അവിടേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധികളായി ആരൊക്കെ ഉൾപ്പെടാനാണ് സാധ്യത? പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടാകുമോ? പ്രതീക്ഷ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിന് 4 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൽ നിന്നും അംഗമാകുന്നു എന്നുള്ളതാണ്. മനീഷ് തിവാരി ലോക്സഭയിൽ നിന്നും, സുഖ്ദേവ് ഭഗത് ലോക്സഭയിൽ നിന്നും ഉണ്ടാവും. രാജ്യസഭയിൽ നിന്ന് രൺദീപ് സുർജേവാലയായിരിക്കും കോൺഗ്രസിന്റെ അംഗം. 4 അംഗങ്ങളാണ് കോൺഗ്രസിന് ലഭിക്കുക. നേരത്തെ 3 അംഗങ്ങളെന്നാണ് അറിയിച്ചത്. പക്ഷെ ഇപ്പോൾ 4 അംഗങ്ങളെ നൽകാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇതിൽ 4 പേര് അവരൊക്കെയാണ്: പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരി, സുഖ്ദേവ് ഭഗത്, രൺദീപ് സുർജേവാല എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും അംഗങ്ങളാകുന്നത്. അതോടൊപ്പം കല്യാൺ ബാനർജി തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അംഗമാകും. സാകേത് ഗോഖലെയുടെ പേരും പരിഗണനയിലുണ്ട്. ജനതാദൾ യുണൈറ്റഡിൽ നിന്നും സഞ്ജയ് ഝായുടെ പേരാണ് പരിഗണനയിലുള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം JPC രൂപീകരണത്തിലുണ്ടാകും. പ്രതിപക്ഷ പാർട്ടികളുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ഗാന്ധി അംഗമാകും.